അപ്പൊ പിന്നെ പക്ഷെ 2000 ശേഷം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോഹിദാസിന്റെ സിനിമകളുടെ എണ്ണം കുറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ലോഹിദാസ് കസ്തൂരിമാന്റെ തമിഴ് ചെയ്തു. തമിഴ് പക്ഷെ അവിടെ പുള്ളിക്ക് വളരെ ബാധ്യതയായിരുന്നു. അത് നിർമ്മിച്ചത് ലോഹിദാസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ബാധ്യതയാണ് അതുവരെ ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. കാരണം അതിനുശേഷം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോഹിദാസിന് അധികം സിനിമകൾ ഒരു നിവേദ്യം മാത്രമേ കണ്ടുള്ളൂ. ഈ കസ്തൂരിമാൻ ഇവിടെ ഹിറ്റായിരുന്നു. അവിടെ അത് ഫ്ലോപ്പായി. അതെനിക്ക് അതൊരു ആ സമയത്ത് പക്ഷെ കസ്തൂരിമാന്റെ തമിഴിന് അവിടെ എന്തോ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് അവിടെ എന്തോ ഒരു പ്രളയോ അങ്ങനെ എന്തോ സമയത്താണ് അത് ഇറങ്ങിയത്. അത് ഒരൊറ്റ ദിവസം കൊണ്ട് അത് വാഷ് ഔട്ട് ആയ പോലത്തെ അവസ്ഥയായിരുന്നു. അത് ലോഹിദാസിനെ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അവസാനമായപ്പോൾ എനിക്ക് തോന്നുന്നു ലാലേട്ടന്റെ ഡേറ്റ്, അതായത് ലാലേട്ടനെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഭീഷ്മ അങ്ങനെ എന്തോ ആയിരുന്നു ഒരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു ലാലേട്ടനെ വെച്ചിട്ട്. അത് ഓണാവേണ്ടതായിരുന്നു. അതേപോലെ സല്ലാപം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സുന്ദർദാസ്, ദിലീപ്, ലോഹിദാസ്, അത് എല്ലാം അതെനിക്കുള്ള ദിലീപൊക്കെ പോയിട്ട് അഡ്വാൻസ് ഒക്കെ കൊടുത്ത് എല്ലാം അങ്ങനെ സെറ്റായി നിൽക്കുന്ന സമയത്താണ് മരിച്ചു പോയത്. അപ്പോൾ ലോഹിദാസിന്റെ സിനിമകൾ കാണാത്ത ഒരിക്കലും നമ്മുടെ TV ചാനലുകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഹിദാസ് സിനിമയെങ്കിലും ഇല്ലാത്ത ഒരു ദിവസമില്ല. നമ്മളൊരു റീലുകൾ കാണുകയാണെങ്കിൽ ഒരു ലോഹിദാസിന്റെ ഒരു സിനിമകൾ ഒരു ഡയലോഗും ഇല്ലാത്ത ഇപ്പൊ പലരും ഇങ്ങനെ പറയുന്ന കുറെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഇപ്പൊ വാത്സല്യത്തിന്റെ മമ്മൂക്കയുടെ ക്യാരക്ടർ, കിരീടത്തിന്റെ ലാലേട്ടന്റെ ക്യാരക്ടർ, ഇതൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മള് വാഴ്ത്തപ്പെടുന്ന ക്യാരക്ടർ അപ്പൊക്കെ ഈ ആരാണ് സൃഷ്ടിച്ചതെന്ന് പലർക്കും അല്ല. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ലോഹിദാസ് ഡയറക്ടർ ആവാൻ തന്നെ കാരണം. അതായത് അദ്ദേഹം 87 വന്ന് 97 വരെ റൈറ്ററായിട്ട് നിന്ന് ഡയറക്ടർ ആവാൻ തന്നെ കാരണം ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട്. അതായത് പല സദസ്സുകളിലും പുള്ളിക്ക് വേണ്ടത്ര അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ല. അതായത് ഒരു സൃഷ്ടിച്ച ഒരു എഴുത്തുകാരന് വിചാരിച്ചൊരു അംഗീകാരം കിട്ടാത്തത് കൊണ്ട്, അതായത് ഇന്ന് പിന്നെയും മാറ്റങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ചിന്ത, ഒരു തിരക്കഥാകൃത്തിന് വേണ്ടത്ര അംഗീകാരം കിട്ടാത്തത് കൊണ്ട് തിരക്കഥാകൃത്തിന്റെ മേളിലാണ് സംവിധായകന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സംവിധായകനും കൂടിയായി മാറിയെന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം സംവിധായകനായിട്ടും ഒരുപാട് നല്ല കറക്റ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഇപ്പൊ കഥ സൃഷ്ടിച്ച ആളുടെ അത്രയും, കാരണം എപ്പോഴും സിനിമയുടെ അവസാന ടൈറ്റിൽ അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഫിലിം ബൈ എന്നൊരു സംവിധായകന്റെ പേരാണ് എഴുതി കാണിക്കുന്നത്. എഴുത്തുകാരന്റെ പേര് അത് കേൾക്കാം. സംവിധായകൻ ഒരു സിനിമയുടെ കപ്പിത്താൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആളെന്നൊക്കെ പറയും. പക്ഷെ സോൾ എന്ന് പറയുന്ന എപ്പോഴും റൈറ്റേഴ്സ് ആയിരിക്കും. അത് എനിക്കും തോന്നുന്നു കുറച്ച് നമ്മള് ലൈക്ക് കുറച്ചും കൂടെ ഒരു പൊസിഷന് കുറച്ചുകൂടെ വാല്യൂ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന്. നമ്മൾ സാധാരണക്കാർക്ക് എത്തുമ്പോ ഇന്ന ആളുടെ സംവിധാനത്തിന്റെ പടം ഇന്ന ആൾ അഭിനയിക്കുന്നു അങ്ങനെയല്ലേ മിക്കപ്പോഴും അറിയാറ്. ബാക്കിൽ ആരാ ഉള്ളേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആരാ ഉള്ളേ എന്നൊക്കെ ഉള്ളത് ഈ നമ്മളെ പോലെ സിനിമയിലും അത്രയും ഡീപ്പായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ ഡിസ്കസ് ചെയ്യാറുള്ളൂ തോന്നുന്നു അല്ലേ. അപ്പൊ എന്തായാലും ഇപ്പോ 16 വർഷം ആയി അദ്ദേഹം മരിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും സിനിമകൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ലോഹിദാസിന്റെ സിനിമകൾക്ക് മരണമില്ല. ലോഹിദാസിനെ എന്താ പറയാ എന്നും പ്രേക്ഷകര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഏത് സിറ്റുവേഷനിലും എന്താ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കണം. അതുകൊണ്ട് ഒരിക്കലും ഇപ്പൊ പറയുന്നത് സാധാരണക്കാരന്റെ അവസ്ഥയെ പ്രത്യേകിച്ച് എടുത്തു വെച്ചോണ്ട് തന്നെ ഏതൊരാൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ക്യാരക്ടേഴ്സ് ഒക്കെ. അദ്ദേഹം നല്ലൊരു നടന്നു വരുന്നു. നമുക്ക് ഉദയനാണതാരം പോലത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അഭിനയ രംഗത്ത് സജീവമായേനെ. ഇപ്പത്തെ ഡയറക്ടേഴ്സ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളൊക്കെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ലോഹിദാസിന്റെ നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട സിനിമകൾ നിങ്ങൾ നമ്മളോട് പറയാം. അടുത്ത വീഡിയോ ആയിട്ടും നമ്മൾ വരുന്നതാണ്. അപ്പൊ അതുവരെ ബൈ.